ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ തല കുളിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ തിരക്കുള്ള ദിവസമാണ്. പൊതുവെ എല്ലാവർക്കും കുറച്ച് തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തിരക്കൊക്കെ വരുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. പിന്നെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ക്ലീനിങ്ങും പിന്നെ തല കുളിക്കണ സമയവും ദിവസവും അങ്ങനെ അത്യാവശ്യം അത്യാവശ്യം നമ്മൾ തിരക്കായിരിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഓരോരോ ചട ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പാക്കൊക്കെ ഇട്ടിട്ടാണ് കുളിക്കാറ്. അല്ലാണ്ട് സോപ്പും ഈ ഷാമ്പൂ ഒന്നും അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ ടൈം എടുത്തിട്ട് തലയൊക്കെ മസാജ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കാച്ചിയ എണ്ണയോ എന്തെങ്കിലുമൊക്കെ തേച്ച് പയ്യെയാണ് ഇങ്ങനെ ചടയൊക്കെ കളയാറ്. പിന്നെ ഇതിലേക്ക് ഞാൻ പാക്ക് എടുത്തേക്കുന്നത് ഉലുവയും പഴവും പിന്നെ ചെമ്പരത്തിയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങളാണ്. എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കും ഞാൻ. ഒന്നല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഉലുവ തന്നെ അരച്ചിടും, അല്ലെങ്കിൽ കയ്യൂന്നി, അതായത് ഭൃംഗരാജ, പിന്നെ നെല്ലിക്ക, അങ്ങനത്തെ പൊടിയിൽ മൈലാഞ്ചി അതെന്തെങ്കിലുമൊക്കെ ഇടും. അങ്ങനെ ചെയ്യാറ്. സോപ്പും അങ്ങനത്തെ ഷാമ്പൂ ഒന്നും അധികം മിക്കതും ഉപയോഗിക്കാറില്ല ഞാൻ. പിന്നെ ഞാനിങ്ങനെ ഇതിങ്ങനെ തലയിലിട്ടിട്ട് അതൊരു അരമണിക്കൂർ ഇരിക്കണമല്ലോ. അപ്പോഴേക്കും റൂം ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോൾ നമുക്ക് കുറേ ക്ലാസ്സിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞായറാഴ്ച തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് തിങ്കളാഴ്ച ഒന്ന് സെറ്റാവും. എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. പിന്നെ എന്തൊക്കെ ഒതുക്കി വെച്ചാലും പിന്നെയും അത് ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി അലങ്കോലാവും. അപ്പോൾ ഞായറാഴ്ചത്തെ ദിവസം നമുക്ക് ഒതുക്കലും അങ്ങനത്തെ ദിവസമാണ്. പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഓരോന്ന് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഡേറ്റൊക്കെ കഴിഞ്ഞു പോയത് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു എക്സാമൊക്കെ അപ്ലൈ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ടെൻഷനായി. വേഗം തന്നെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ വേഗം കഴിഞ്ഞ് വന്നു. അപ്പോൾ ചോറൊന്നും ആയിട്ടില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് വാങ്ങിയ ആ ചേച്ചി വാങ്ങി കൊണ്ടുവന്ന പൊരിയും പിന്നെ കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കുറേ കഴിച്ചതിന് ശേഷം ഒരു പകുതി പാക്കറ്റ് കഴിച്ചു. എന്നിട്ടാണ് ഞാൻ തൃശ്ശൂർക്ക് പോയത്. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ബസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബസ് കുറവായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ വെച്ച് നോക്കിയിട്ടാണ് എന്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റെപ്പൊക്കെ നോക്കിയിട്ട് അതിലെന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവർ പറയണോ അതൊക്കെ ശരിയാക്കിയിട്ടാണ് പോണത്. എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. ഫോട്ടോ കുറേ ദിവസമായി ഒരു നല്ല ഫോട്ടോ ഇല്ല ഇങ്ങനത്തെ എക്സാമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ലൈറ്റ് കളർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ വേണം. അപ്പോൾ അങ്ങനെ അതിനൊക്കെ റെഡി ഞാൻ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനും ഭയങ്കര ലാഗായിരുന്നു. കടകളൊക്കെ തുറന്നതൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ കിട്ടി. ഞാൻ പിന്നെ കഫേയിലൊക്കെ പോയി. ആകെ നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇത് കഫേയിൽ നിന്നൊക്കെ എത്തിയപ്പോൾ 5:30 കുറേ സമയം ഓരോന്നൊക്കെ ചെയ്തു. ഓരോ ആപ്ലിക്കേഷനും അതിനൊക്കെ സമയം എടുത്തു. പിന്നെ വീട്ടിലെത്തി സാമ്പാറൊക്കെ ഉണ്ടാക്കി. പിന്നെ ചോറുണ്ടു. പിന്നെ അമ്മയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിട്ട് അമ്മേനെ ഞാൻ എടുക്കാൻ പോയി. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. പിന്നെ അമ്മേനൊക്കെ എടുത്ത് വന്നു. പിന്നെ തിങ്കളാഴ്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാവും. അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൊണ്ടു. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.